സച്ചിൻ തെണ്ടുൽക്കർ കേരളത്തിൽ വന്നു. ഉമ്മൻചാണ്ടിയെ കാണാനാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഓണർ കൂടി ആക്കിയ ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ടീമിൻ്റെ ഓണറായിട്ട് തെണ്ടുൽക്കറിനെയും കൂടെ കൊണ്ടുവരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ, അതെ, കേരള ടസ്കേഴ്സ് ആയിരുന്നു, അതെ, കേരള ടസ്കേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണണം. അപ്പോൾ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ പോയിട്ട്, അപ്പം നമുക്കൊരു ഉദ്ദേശമുണ്ട്. സാറ് ഞങ്ങളോട് പറഞ്ഞു, സാറിനോട് ആരോ പറഞ്ഞാണ്, കേരള നാഷണൽ ഗെയിംസ് കേരളത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാവുമെന്ന് സച്ചിൻ തെണ്ടുൽക്കറിനോട് ചോദിക്കണം. അത് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിലെ മീഡിയ റൂമിൽ വെച്ച് തെണ്ടുൽക്കറിനെ കൊണ്ട് മുഖ്യമന്ത്രിയെയും കൂടെ ഇരുത്തി അത് അനൗൺസ് ചെയ്യിപ്പിക്കണം. തെണ്ടുൽക്കറിനാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറിന് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഈ കേരള ടസ്കേഴ്സിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഉള്ള സഹായം അഭ്യർത്ഥിക്കണം. അപ്പോൾ ഞാനുണ്ട് ഷാഫി പറമ്പിൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വിമാനത്താവളത്തിൽ പോയി കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഒരു ഹോട്ടലിൽ അദ്ദേഹം വന്നു റെഡിയായി. അപ്പോൾ തന്നെ ഈ സെക്രട്ടേറിയറ്റും പരിസരങ്ങളും കൂടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് റോഡും എല്ലാ ആളുകളും തെണ്ടുൽക്കറിനെ കാണാൻ നിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ മുഴുവൻ സ്റ്റാഫും ഇറങ്ങി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽക്കുകയാണ്, ജീവനക്കാരൊന്നും അവിടെ ഇല്ല. എന്നിട്ട് തെണ്ടുൽക്കറിനെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ നോക്കുമ്പം പുള്ളി അവിടെ നിന്ന് ആളുകളുടെ നിന്ന് നിവേദനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പോയിട്ട് അദ്ദേഹത്തോട് സ്നേഹത്തോടുകൂടി പരിഭവിക്കുകയാണ്, സാർ ഇത് സച്ചിൻ തെണ്ടുൽക്കറാണ്. അവിടെ സാർ അതായത് 5 മിനിറ്റ് ഞാൻ ഇതൊന്ന് വാങ്ങിച്ച്, അപ്പോൾ ആ നിന്നുകൊണ്ട് കുറിക്കുകയാണ് കടലാസിനകത്ത്. ഞാൻ വന്ന് ശരിയല്ല, അത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഇതിഹാസ കായിക താരം ഒന്ന് അല്ല ഞാൻ എന്താ വരുവാണെന്ന് പറഞ്ഞു. പുള്ളിയുടെ പ്രയോറിറ്റി സച്ചിൻ തെണ്ടുൽക്കറും കാസർഗോഡ് നിന്നോ കണ്ണൂരിൽ നിന്നോ വന്ന് നിൽക്കുന്ന ഏതോ ഒരാളും ആകുമ്പോൾ പുള്ളിയുടെ പ്രയോറിറ്റി തെണ്ടുൽക്കർ സെക്കൻഡും ഈ വന്ന് നിൽക്കുന്ന ആൾ ഫസ്റ്റുമാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയോറിറ്റി നമുക്ക് അങ്ങനെ തീരുമാനിക്കാനേ, നമ്മുടെ സാമ്പ്രദായികമായി ചിന്തിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മുൻഗണനകൾ തീരുമാനിച്ചിരുന്നത് എന്നുള്ളത് ഞാൻ സണ്ണിച്ചായൻ അത് പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു അനുഭവം പറയുകയാണ്.